നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. UDF ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് CPIM ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ നീക്കങ്ങളും ഭാവവ്യത്യാസങ്ങളും തക്ക സമയത്ത് നിരീക്ഷിച്ച് തിരുത്തൽ വരുത്തണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ റൂറൽ DYSP PR ബിജോയ്. പാറളം പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ച് BJP പാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ബൈക്ക് റാലിയും ധർണയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. UDF ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് CPIM ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. 5 കൊല്ലം സഹിക്കല്ലാണ്ട് ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? എന്ത് ചെയ്യുന്നു എന്നതാണ് ചോദ്യം. ഒരു ഭരണത്തിനകത്ത് ഈ പഞ്ചായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നതാണ് ഭരണം. ഈ ചേർപ്പ് പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു നിഷ്പക്ഷമതിക്ക് പറയാൻ പറ്റുമോ? ഈ ചേർപ്പ് പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഭരണം നിഷ്പക്ഷമായി അന്തസ്സായ ഭരണമാണെന്ന് ഒരു നിഷ്പക്ഷമതിയെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാൻ പറ്റും? പറ്റില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് എന്ത് ഭരണം എന്ന് ആളുകൾ ചോദിക്കുക. ഭരണം തിരിച്ചെടുക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് അധികാരമില്ല, ഭരണം കൊടുക്കാനേ അധികാരമുള്ളൂ. ഇതാണ് ഈ ചേർപ്പ് പഞ്ചായത്തിന്റെ തീരാ ശാപമായി മാറിയത്. ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളെ തിരുത്തിക്കാനാണ് ഈ സമരം. തിരുത്തുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ആവശ്യമില്ലാണ്ട് ഒരു ഭരണത്തെ ആക്ഷേപിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല CPIM. ഇവിടെ നടത്തുന്ന ഒന്നുകിൽ പിടിപ്പുകേട് അല്ലെങ്കിൽ തോന്നിവാസം, ഈ രണ്ടും ഏതെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാവാത്തത് വഴിയുണ്ടോ? 19ാം വാർഡിൽ 1 വർഷം മുൻപ് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അംഗൻവാടിയുടെ കെട്ടിടം ചോർന്നൊലിച്ച തകർച്ചയുടെ വക്കിലായി. 50 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ചോർച്ച മൂലം ജീർണിച്ച് ഉപയോഗശൂന്യ അവസ്ഥയിലാണ്. ചേർപ്പ് മാർക്കറ്റിന്റെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിക്കാൻ തയ്യാറായിട്ടില്ല. ചന്ത ഏറെ ശോചനീയാവസ്ഥയിൽ തുടരുന്നു. ഭൂരിഭാഗം പഞ്ചായത്ത് റോഡുകളും തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായെന്നും ഇവർ ആരോപിച്ചു. AV സഹദേവൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, PK ലോഹിതാക്ഷൻ, M മധു, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, PA ഷാജഹാൻ, KB പ്രജിത്ത്, നസീജ മുത്തലീഫ് എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ഓരോ നീക്കങ്ങളും ഭാവവ്യത്യാസങ്ങളും നിരീക്ഷിച്ച് തിരുത്തൽ വരുത്തിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ റൂറൽ DYSP PR ബിജോയ്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ നോ പറയാനുള്ള ആർജവം കുട്ടികൾക്കുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ധമായി പണിയെടുക്കുന്നത്. അതായത് ഞാൻ എന്റെ വീട്, എന്റെ കൊച്ച്, എന്റെ പ്രൊമോഷൻ, എന്റെ നാട്, നോ. തന്റെ മുന്നിൽ കാണുന്ന എതിരാളിയെ കണ്ണും പൂട്ടി ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുൻപിൽ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം. ഇതാണ് രാഷ്ട്രീയ റൈഫിൾസ്. അപ്പൊ എന്റെയും മോഹമൊക്കെ പറ കണ്ണടച്ച് പണി ചെയ്യുക, വേറെ ഒന്നും നോക്കാൻ നേരമില്ല. എനിക്ക് അങ്ങനെയുള്ള വലിയ ഒരു ചുമതല ഉള്ളതായിട്ട് പലപ്പോഴും തോന്നുക. ഞങ്ങൾക്ക് പോലീസുകാർക്ക് അങ്ങനെ ചുമതല വരാൻ കാരണം
എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരും അച്ഛന്മാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഒരു മയക്കത്തിലായി പോയിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെയോ നേരത്തെ പറഞ്ഞ ഭയപ്പെട്ടോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ വിട്ടുപോയി. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റ് SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് പ്രസിഡന്റ് M. രാമചന്ദ്രൻ അധ്യക്ഷനായി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ശ്രീജിത്ത് മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും അവാർഡ് നേടിയ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകവും വിതരണം ചെയ്തു. തൃപ്രയാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ TS ബാബുരാജൻ, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് CR ദിനേശ് കുമാർ, സെക്രട്ടറി TN ബാലൻ, K. സുബിൻ കുമാർ എന്നിവർ സംസാരിച്ചു. പാറളം പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാട്ടുന്നു എന്നാരോപിച്ച് BJP പാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ബൈക്ക് റാലിയും ധർണയും സംഘടിപ്പിച്ചു. കോടന്നൂർ സെന്ററിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യം നാം ഒന്ന് പരിശോധിക്കണം. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നത് കേരളത്തിൽ വികസനം നടപ്പിലാക്കാം എന്ന വാഗ്ദാനം നൽകിയിട്ടൊന്നുമല്ല. പലതും പറഞ്ഞു, പല വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ അഴിമതിയുടെ ഉൽപ്പന്നമായിട്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ അന്ന് നടത്തിക്കൊണ്ടിരുന്ന കാടത്തവും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം വർഗീയ പ്രീണനവും എല്ലാം കണ്ടു മനം മടുത്ത ഒരു ജനത ഇടതുപക്ഷത്തെ ഗതികേടിൽ മറ്റു മാർഗങ്ങളില്ലാതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ അധികാരത്തിലെത്തിച്ചു. പക്ഷെ ആ ഇടതുപക്ഷം കോൺഗ്രസ്സുകാർ എന്തൊക്കെയാണോ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഇരട്ടിയായി ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരന്റെ അഴിമതിയും അരാജകത്വവും സ്വജനപക്ഷപാതവും വർഗീയ പരിഗണനവും എല്ലാം കോൺഗ്രസ് ചെയ്തതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇത് രണ്ടും കൈയിൽ കെട്ടി നോക്കിയിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് നോക്കിയിരിക്കാൻ പറ്റില്ല, പക്ഷെ ഇവര് രണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഒരു പ്രതികരണവുമില്ല. സംസ്ഥാന സെക്രട്ടറി MP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ, വാർഡ് മെമ്പർ ലിജീവ് വയ്യപ്പാട്ട്, പ്രദീപ് പാണപ്പറമ്പിൽ, ഷാജി കളരിക്കൽ, ബിന്ധ്യ കണ്ണൻ, സനോജ് ചുള്ളിയിൽ, സുനിൽ G. മാക്കൻ, അനീഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ഡാലി ബിനോയി, അനിത പ്രസന്നൻ, നിതീഷ് കണിയത്ത്, സുഭദ്രൻ, VN രാധാകൃഷ്ണൻ, ബിനുരാജ് എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള വടംവലി മത്സരത്തിൽ ടീം കോമ്പാറ ചെറുശ്ശേരി വിജയികളായി. പ്രകാശ് ചാത്തക്കുടം 2ാം സ്ഥാനവും സാന്റോസ് വല്ലച്ചിറ 3ാം സ്ഥാനവും നേടി. ഗ്രാമോത്സവത്തിലെ ചെസ് മത്സരങ്ങൾ ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. വൈകിട്ട് 4-ന് ദീർഘദൂര ഓട്ട മത്സരം നടത്തും. കോൺഗ്രസ് നാട്ടിക മണ്ഡലം സമ്മേളനവും മുതിർന്ന പ്രവർത്തകർക്ക് ആദരവും സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ ഹിന്ദു തീവ്രവാദികളുടെ നിർദ്ദേശം പാലിച്ച് അവർ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് പത്രത്തിൽ നിന്ന് വാർത്ത വന്നിരിക്കുകയാണ്. അതേ ഇതുപോലെ തന്നെയാണ് ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരെയും നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള രാമായണം വായിക്കുന്നവർക്ക് രാമായണം വായിക്കാം, ഭഗവത്ഗീത വായിക്കുന്നവർക്ക് ഭഗവത്ഗീത വായിക്കാം, ഖുർആൻ വായിക്കുന്നവർക്കും ബൈബിൾ വായിക്കുന്നവർക്കും അതൊക്കെ വായിക്കാം. ഞാൻ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ വേറെ ആൾക്ക് പള്ളി പോകാം, വേറെ ആൾക്ക് ചർച്ചിൽ പോകാം. ഇറച്ചി കഴിക്കുന്നവന് ഇറച്ചി കഴിക്കാം, ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കാം, മീൻ കഴിക്കുന്നവർ മീൻ കഴിക്കാം, പച്ചക്കറി കഴിക്കുന്നവർ പച്ചക്കറി കഴിക്കാം. ഇതിനെല്ലാം സ്വാതന്ത്ര്യം അവകാശമുള്ള ഈ നാട്ടിൽ മനഃപൂർവ്വം നമ്മുടെ നാട് ഉയർത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യത്വം, മനുഷ്യസ്നേഹം, നന്മ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി RSSും BJPയും നരേന്ദ്രമോദിയും സംഘ് പരിവാറും കൂടി ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്,
VR വിജയൻ, കെ ദിലീപ് കുമാർ, CM നൌഷാദ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പ്രമേയം അവതരിപ്പിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്നും വക്കീലായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്തിനെ TN പ്രതാപൻ ആദരിച്ചു. ചടങ്ങിൽ 100-ൽ പരം മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PV സഹദേവൻ, CK മണികണ്ഠൻ, CS സിദ്ധാർത്ഥൻ, മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ, AB രാജീവ്, മുഹമ്മദ് അലി കണിയാർക്കോട്, CK ജ്യോതി, ഹേമ പ്രേമൻ, അജിത് പ്രസാദ്, ഉണ്ണികൃഷ്ണൻ അന്തിക്കാട്ട്, MV ജയരാജൻ, ജയരാമൻ അണ്ടേഴത്ത്, മുഹമ്മദ് റസൽ, കമലം ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഹ്രസ്വമായ വരികൾ കൊണ്ട് വലിയ അർത്ഥങ്ങൾ കണ്ടെത്തി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിച്ച പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ് കുഞ്ഞുണ്ണി മാഷെന്ന് സംവിധായകൻ അമ്പിളി. സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി കുഞ്ഞുണ്ണി മാഷുടെ സാഹിത്യലോകം എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താറാദൂർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സുനിൽ ലാലൂർ സാഹിതിയുടെ അംഗത്വ വിതരണം നിർവഹിച്ചു. നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പ്രസാദ് കിഴക്കൂട്ട്, കൺവീനർ PM രാജീവ് എന്നിവർ ചുമതലയേറ്റു. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, ജില്ലാ കൺവീനർ അനിൽ സാമ്രാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ്, ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി, നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി, സീവാൾ റോഡും തകർന്നു. വീടിനുള്ളിൽ വെള്ളം കയറുകയും തകരുകയും ചെയ്ത വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച വീടുകളിലേക്ക് കയറുകയായിരുന്നു. കര തുരന്ന് തിര ആഞ്ഞടിക്കുന്നതോടെയാണ് തെങ്ങുകൾ കടപുഴകിയത്. കടലോര മേഖലയിലും വീടുകളിലും പറമ്പിലും വെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ വീടുകൾ തകരുമെന്ന ആശങ്കയുണ്ട്. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷമായുള്ളത്. ശക്തമായ കാറ്റും മഴയുമുണ്ട്. ഇതോടൊപ്പമാണ് തിര ആഞ്ഞടിച്ചും കരയിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നത്. കടലാക്രമണ വിവരമറിഞ്ഞ് തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, നൌഫൽ വലിയകത്ത്, വാടാനപ്പള്ളി വില്ലേജ് ഓഫീസർ എന്നിവർ പ്രദേശം സന്ദർശിച്ചു. കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ തയ്യാറായെങ്കിലും മാറി താമസിക്കാൻ താൽപ്പര്യമില്ലെന്ന് കുടുംബങ്ങൾ അറിയിച്ചു. ഇതോടെ വീടുകളിൽ തന്നെയാണ് കുടുംബങ്ങൾ കഴിയുന്നത്. ദുരിതം നേരിടുന്ന കടലോര നിവാസികൾക്ക് ആവശ്യമായ സഹായം നൽകാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് ചാവക്കാട് തഹസിൽദാരോട് ആവശ്യപ്പെട്ടതായി ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് പറഞ്ഞു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ എറവിൽ പെരുമ്പുഴ പാടശേഖരത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ പുറകോട്ട് നിരങ്ങി തോട്ടിലേക്ക് വീണു. ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ട ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞു കിടന്ന തോട്ടിലേക്ക് വീണത്. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറവ് 6-ാം കല്ലിൽ പെരുമ്പുഴ പാടശേഖരത്തിന് സമീപമാണ് അപകടം നടന്നത്. തൃശൂരിലുള്ള യൂണിയൻ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ SN പുരം സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത്. ഇദ്ദേഹം ബാങ്കിലേക്ക് പോവുകയായിരുന്നു. പെരുമ്പുഴ പാടത്ത് വെച്ച മരങ്ങളിൽ ഇരുന്നിരുന്ന കിളികൾ കാറിന്റെ ചില്ലിലേക്ക് കാഷ്ടിച്ചു. ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായി ഇത്തരത്തിൽ കിളികൾ കാഷ്ടിക്കുന്നത് മൂലം ശല്യമായി മന്ത്രിതലത്തിൽ വരെ പരാതികൾ പോയിട്ടുള്ളതാണ്. കാറിന്റെ ചില്ലിൽ കിളികൾ കാഷ്ടിച്ചത് മൂലം അത് തുടച്ചുമാറ്റാനായിട്ടാണ് അജിത് കുമാർ കാർ റോഡിന് ഒരു വശത്ത് ഒതുക്കി നിർത്തിയത്. ചില്ല് വൃത്തിയാക്കിയ ശേഷം കാറിൽ തിരികെ കയറിയ ഇദ്ദേഹം ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡിട്ട് ആക്സിലേറ്ററിൽ കാൽ കൊടുത്തു. മുന്നോട്ടു പോകേണ്ടതിനു പകരം അതിവേഗത്തിൽ പുറകോട്ട് നീങ്ങിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ വട്ടം കയറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞുകിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അജിത് കുമാറിനെ നാട്ടുകാർ ചേർന്ന് കാറിന് പുറത്തെത്തിച്ചു. അദ്ദേഹം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തൃശൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീതോത്സവത്തിലും കൈക്കുട്ടിക്കളിയിലും പങ്കെടുക്കുവാൻ അപേക്ഷ ക്ഷണിക്കുന്നു. വിവരങ്ങൾക്ക് 9539736917 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് പ്രിയം ബീറ്റ്സ് സംഘടിപ്പിക്കുന്ന ഓർമ്മകളുടെ ദേവരാഗം ഭരതൻ സ്മൃതി 30 വൈകിട്ട് 6-ന് ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിൽ നടക്കും. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ സ്മൃതി ദീപം തെളിയിക്കും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ശശിധരൻ നടുവിലിനെ ആദരിക്കും. ഭരതൻ P. ജയചന്ദ്രൻ ഗീതങ്ങൾ കോർത്തിറക്കിയ കരോക്കെ സംഗീത സന്ധ്യ ഉണ്ടായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ PV സന്ദേശ് നിര്യാതനായി. 46 വയസ്സായിരുന്നു.
തൃശൂർ നെടുമുഴയിലാണ് താമസം. പൊന്നമ്പാറ വീട്ടിൽ പരേതനായ വേണുഗോപാലിന്റെയും സോമവതിയുടെയും മകനാണ്. സംസ്കാരം നടത്തി. വെങ്ങണിശ്ശേരി കുട്ടലാക്കുന്ന് മുണ്ടിനാട്ട് രാമൻകുട്ടി നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,160 രൂപ, പവന് 73,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. UDF ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ച് CPIM ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ നീക്കങ്ങളും ഭാവവ്യത്യാസങ്ങളും തക്ക സമയത്ത് നിരീക്ഷിച്ച് തിരുത്തൽ വരുത്തണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ റൂറൽ DYSP PR ബിജോയ്. പാറളം പഞ്ചായത്ത് ഭരണസമിതി അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ച് BJP പാറളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ബൈക്ക് റാലിയും ധർണയും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.